അയോധ്യയിലേക്ക് എത്തിച്ചേരാനായി ഭക്തർക്കൊരുക്കിയ ആസ്ഥ സ്പെഷ്യൽ ട്രെയിനുകൾക്ക് നേരെ വ്യാപക ആക്രമണം. മഹാരാഷ്ട്രയിലെ നന്ദുർബാറിന് സമീപം ഞായറാഴ്ച രാത്രിയാണ് ആസ്ഥ ട്രെയിനിന് നേരെ കല്ലേറ് നടന്നത്. അപ്രതീക്ഷിതമായി ട്രെയിനിന് നേരെയുണ്ടായ ആക്രമണം യാത്രക്കാരിലടക്കം പരിഭ്രാന്തി പരത്തി. സൂറത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും റെയിൽവേ സഹമന്ത്രി ദർശന ജർദോഷ് ഫ്ളാഗ് ഓഫ് ചെയ്ത ആസ്ഥ സ്പെഷ്യൽ ട്രെയിനിന് നേരെയാണ് ആസൂത്രിതമായി ഒരു സംഘം രാത്രിയിൽ ആക്രമണം നടത്തിയത്. എന്നാൽ കല്ലേറിൽ കോച്ചുകൾ തകർന്നെങ്കിലും ആർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല. യാത്രക്കാരുടെ പരാതിയെ തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നന്ദുർബാർ സ്റ്റേഷനിലെത്തി സ്ഥിതിഗതികൾ ഗൌരവത്തോടെ മനസ്സിലാക്കി. ഇവർ അന്വേഷണം ആരംഭിച്ചതോടെ ട്രെയിൻ അരമണിക്കൂറോളം നിർത്തിയിട്ടു. GRP, RPF ഉദ്യോഗസ്ഥരാണ് സ്ഥലത്തെത്തിയത്. ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിന് പിന്നാലെയാണ് ട്രെയിൻ അയോധ്യയിലേക്ക് പുറപ്പെട്ടത്. ആക്രമണത്തിന് പിന്നിലെ കാരണം എന്താണെന്നത് ഇതുവരെ വ്യക്തമല്ല. അതേസമയം ഇക്കഴിഞ്ഞ മാസം നടന്ന രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് പിന്നാലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് അയോധ്യയിലേക്ക് ബാലകാരാമനെ കാണാനായി ഭക്തരെ എത്തിക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേ ആസ്ഥ സ്പെഷ്യൽ ട്രെയിനുകൾ ആരംഭിച്ചത്. ഗുജറാത്തിൽ നിന്ന് അയോധ്യയിലേക്ക് പുറപ്പെടുന്ന ആദ്യത്തെ പ്രത്യേക ട്രെയിനാണിത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അയോധ്യയിലേക്ക് ഇത്തരത്തിലുള്ള കൂടുതൽ ട്രെയിനുകളാണ് യാത്ര നടത്തുന്നത്. അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനം ചെയ്തത് മുതൽ സംസ്ഥാനത്തുടനീളമുള്ള ശ്രീരാമ ഭക്തർ രാമനെ ആരാധിക്കാൻ കാത്തിരിക്കുകയാണ്. ഇതാണ് എക്സ്പ്രസ് ട്രെയിൻ ആരംഭിക്കാൻ പ്രേരിപ്പിച്ചത്. രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് പിന്നാലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ഇപ്പോൾ എത്തുന്നത്. കേരളത്തിൽ നിന്ന് തന്നെ ഇക്കഴിഞ്ഞ നാളിൽ അയോധ്യയിലേക്കുള്ള ആസ്ഥ സ്പെഷ്യൽ ട്രെയിൻ പുറപ്പെട്ടിരുന്നു. തിരുവനന്തപുരം കൊച്ചുവേളിയിൽ നിന്ന് ആരംഭിച്ച് 12, അതായത് ഇന്നേ ദിവസം പുലർച്ചെയാണ് ഈ ട്രെയിൻ അയോധ്യയിലെത്തിയത്. ഇക്കഴിഞ്ഞ ദിവസം രാവിലെ 10 മണിക്ക് കൊച്ചുവേളി സ്റ്റേഷനിൽ നിന്ന് മുൻ കേന്ദ്രമന്ത്രിയും മുൻ MLA-യുമായ O. രാജഗോപാലാണ് ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്തത്. ഇതോടെ രാമക്ഷേത്ര ദർശനത്തിന് രാജ്യമൊട്ടാകെ പ്രഖ്യാപിച്ച ട്രെയിനുകളിൽ കേരളത്തിൽ നിന്നുള്ള ആദ്യ സർവീസിനാണ് തുടക്കമായത്. യാത്രക്കാരെ പ്രാർത്ഥനാ മന്ത്രങ്ങളുമായാണ് സ്വീകരിച്ചത്. ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെ കർശന സുരക്ഷാ പരിശോധനകൾക്ക് പിന്നാലെയാണ് യാത്രക്കാരെ ട്രെയിനിൽ കയറ്റിയതും. കേരളത്തിൽ നിന്ന് 970 തീർത്ഥാടകരാണ് അയോധ്യയിലേക്കുള്ള ആദ്യ സർവീസിലുണ്ടായിരുന്നത്. ഇതിൽ തിരുവനന്തപുരത്ത് നിന്ന് മാത്രം 100-ലേറെ പേരാണ് ആസ്ഥ ട്രെയിനിൽ കയറിയത്. വെള്ളിയാഴ്ച രാവിലെ പുറപ്പെട്ട ട്രെയിൻ ഫെബ്രുവരി 12, അതായത് ഇന്നേ ദിവസം തിങ്കളാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് അയോധ്യയിൽ എത്തിച്ചേർന്നത്. 20 സ്ലീപ്പർ കോച്ചുകളിൽ 972 തീർത്ഥാടകരാണുള്ളത്. വെജിറ്റേറിയൻ ഭക്ഷണം ഉൾപ്പെടെ 3300 രൂപയാണ് നിരക്ക്. അങ്ങോട്ടും തിരിച്ചുമുള്ള യാത്രാ നിരക്ക്, വെജിറ്റേറിയൻ ഭക്ഷണം, താമസം എന്നിവ ഉൾപ്പെടെയാണ് ടിക്കറ്റ് നിരക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. ആധാർ നമ്പറും രജിസ്റ്റർ നമ്പറും ഉൾപ്പെടുന്ന പ്രത്യേക ID കാർഡ് ഓരോ യാത്രക്കാർക്കും നൽകും. കേരളത്തിൽ നിന്നെത്തുന്ന തീർത്ഥാടകർക്ക് വേണ്ട സൗകര്യമൊരുക്കാൻ അയോധ്യയിൽ സംസ്ഥാനത്ത് നിന്നുള്ള പ്രത്യേക വോളണ്ടിയർമാരെയും BJP നിയോഗിച്ചിട്ടുണ്ട്. BJP സംസ്ഥാന സെക്രട്ടറി PK പ്രകാശ് ബാബുവാണ് സംസ്ഥാനത്തെ ആസ്ഥ യാത്രാ കോർഡിനേറ്റർ. ഇന്ന് രാവിലെ എത്തിയ ട്രെയിൻ 13-ാം തീയതി കേരളത്തിലേക്ക് പുറപ്പെടും. 15-നായിരിക്കും സംസ്ഥാനത്തെത്തുക. അടുത്ത ദിവസങ്ങളിൽ പാലക്കാട്, നാഗർകോവിൽ എന്നിവിടങ്ങളിൽ നിന്നും അയോധ്യയിലേക്ക് പ്രത്യേക ആസ്ഥ ട്രെയിൻ പുറപ്പെടും. ഫെബ്രുവരി 14, 19, 24, 29 തീയതികളിൽ പാലക്കാട് നിന്ന് ആസ്ഥ ട്രെയിൻ പുറപ്പെടുമെന്നാണ് അറിയിപ്പ്. രാമക്ഷേത്രം ദർശനത്തിന് പോകാനായി ആളുകൾക്ക് സൗകര്യമൊരുക്കിയത് നരേന്ദ്രമോദി സർക്കാരിന്റെ വലിയ നേട്ടമെന്ന് തന്നെയാണ് O. രാജഗോപാലും വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.